എപ്പോഴെങ്കിലും ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? ഒരേ ആകാശം നോക്കിക്കണ്ട ആയിരക്കണക്കിന് ആൾക്കാരിൽ ഒരാൾ മാത്രം എങ്ങനെയാണ് നക്ഷത്രങ്ങളുടെ ഗതിയും പ്രപഞ്ച രഹസ്യങ്ങളും തിരിച്ചറിഞ്ഞത്? ഒരു മരത്തിൽ നിന്ന് വീണ 1000 ആപ്പിളുകൾക്കിടയിൽ നിന്ന് ഒരാൾ മാത്രം എങ്ങനെയാണ് ഗുരുത്വാകർഷണം എന്ന സത്യത്തെ വേർതിരിച്ചെടുത്തത്? ലിയനാർഡോ ഡാവിഞ്ചി മൊണാലിസ വരച്ചപ്പോഴും, ഐസക് ന്യൂട്ടൻ ഗുരുത്വാകർഷണം കണ്ടെത്തിയപ്പോഴും, ഷെർലക് ഹോംസ് കുറ്റകൃത്യങ്ങൾ ഓരോന്നായി തെളിയിച്ചപ്പോഴും അവർക്കെല്ലാവർക്കും പൊതുവായി ഒരു സൂപ്പർ പവർ ഉണ്ടായിരുന്നു: പവർ ഓഫ് ഒബ്സർവേഷൻ. കുട്ടിക്കാലത്ത് നടക്കാനും സംസാരിക്കാനും ആളുകളെ തിരിച്ചറിയാനും നമ്മെ സഹായിച്ചത് ഈ ഒരു കഴിവാണ്. എന്നാൽ വളരുംതോറും അനാവശ്യ ചിന്തകൾ കാരണം നമ്മുടെ മസ്തിഷ്കം ഈ കഴിവ് മറന്നു പോകുന്നു. ചുറ്റുമുള്ള കാര്യങ്ങൾ വെറുതെ കാണുന്നതും അവ നിരീക്ഷിക്കുന്നതും തമ്മിൽ വലിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നിങ്ങളുടെ തലച്ചോറിലെ അടഞ്ഞു കിടക്കുന്ന ഒരു 6ാം ഇന്ദ്രിയത്തെ, ആ ഒരു നിരീക്ഷണ പാഠവത്തെ എങ്ങനെ വീണ്ടെടുക്കാം എന്നതിനെ പറ്റിയാണ്. ഇത് വെറും ഒരു മോട്ടിവേഷണൽ വീഡിയോ ആയി നിങ്ങൾ ഒരിക്കലും കാണാൻ പാടില്ല. അതിനൊക്കെ അപ്പുറം ശാസ്ത്രീയമായിട്ടുള്ള ഒത്തിരി കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ പറഞ്ഞ് മനസ്സിലാക്കി തരാം. ഈ ലോകത്തെ ഇന്ന് വരെ കാണാത്ത വിധം കൂടുതൽ വ്യക്തതയോടെ, സൂക്ഷ്മതയോടെ, സർഗാത്മകതയോടെ കാണാൻ നിങ്ങൾ തയ്യാറാണ് എങ്കിൽ വെൽക്കം ടു മൈ സയൻസ് ഗ്യാരേജ്. (2018) മെയ് മാസത്തിലെ ഒരു മഴക്കാലം കോഴിക്കോടെ ഒരു സ്വകാര്യ ആശുപത്രിയുടെ അത്യാഹിത വിഭാഗത്തിലേക്ക് പനി ബാധിച്ച് ഒരു ചെറുപ്പക്കാരൻ എത്തുകയാണ്. സാധാരണയായി ദിവസവും 100 കണക്കിന് രോഗികളെ കാണുന്ന ഏതൊരു വൈദ്യനും അതിനെ മറ്റൊരു വൈറൽ ഫീവറൊക്കെയായി കണ്ട് കടന്നു പോകുമായിരുന്നു. എന്നാൽ അവിടെ ഉണ്ടായിരുന്ന ഡോക്ടർ AS അനൂപ് കുമാർ എന്ന ഡോക്ടർ അന്ന് ആ രോഗിയെ വെറുതെ ഒന്ന് കാണുകയായിരുന്നില്ല. മറിച്ച് തികഞ്ഞ ജാഗ്രതയോടെ അദ്ദേഹം നിരീക്ഷിക്കുകയായിരുന്നു. അയാളുടെ കണ്ണുകളിലെ അസ്വാഭാവികമായ വിറയൽ, ഹൃദയമിടിപ്പിലെ അപ്രതീക്ഷിത വ്യതിയാനങ്ങൾ, രോഗം നാഡീവ്യൂഹത്തെ കീഴടക്കുന്ന വിചിത്രമായ വേഗത, ആ ലക്ഷണങ്ങളിലെ കണ്ണികൾ അയാൾ കൂട്ടിച്ചേർത്തു. തൊട്ടു പിന്നാലെ ആ കുടുംബത്തിലെ മറ്റൊരാൾ കൂടി സമാന ലക്ഷണങ്ങളോടെ എത്തിയപ്പോൾ അദ്ദേഹത്തിനുള്ളിലെ നിരീക്ഷണ പാഠവും അപായമണി മുഴക്കാൻ തുടങ്ങി. അതെ, ലോകം അന്ന് വരെ ഭയത്തോടെ മാത്രം കേട്ടിരുന്ന നിപ്പ എന്ന മഹാമാരിയെ കേരള മണ്ണിൽ ആദ്യമായി തിരിച്ചറിഞ്ഞ നിമിഷമായിരുന്നു അത്. ഒരൊറ്റ മനുഷ്യന്റെ കോൺഷ്യസ് ഒബ്സർവേഷൻ അന്ന് കാത്തുരക്ഷിച്ചത് ആയിരക്കണക്കിന് മനുഷ്യ ജീവനുകളെ തന്നെയായിരുന്നു. എന്താണ് യഥാർത്ഥത്തിൽ ഈ കോൺഷ്യസ് ഒബ്സർവേഷൻ? നമ്മുടെ കണ്ണുകൾ അത്ഭുതകരമായിട്ടുള്ള 2 ലെൻസുകൾ ചേർന്നതാണ്. ദിവസവും ദശലക്ഷക്കണക്കിന് കാഴ്ചകൾ അതിലൂടെ കടന്നു പോകുന്നുണ്ട്. എന്നാൽ നാം കണ്ണ് തുറന്ന് പിടിച്ചിരിക്കുന്ന ഭൂരിഭാഗം സമയത്ത് നമ്മൾ അന്ധരായിരിക്കും. അതായത് നമ്മുടെ കാഴ്ചകൾ നമ്മുടെ കൺമുന്നിലൂടെ കടന്നു പോകുന്നുണ്ട് എങ്കിലും നമ്മുടെ മനസ്സ് അനാവശ്യ ചിന്തകളുടെയും ആശങ്കകളുടെയും കൂട് തുളച്ച് വർത്തമാനകാലത്തിൽ തന്നെ നിൽക്കില്ല. പാസീവ് സീയിങ് ഒരു ശാരീരിക പ്രക്രിയ മാത്രമാണ് എങ്കിൽ കോൺഷ്യസ് ഒബ്സർവേഷൻ ആത്മാവും മനസ്സും ഇന്ദ്രിയങ്ങളും ഒരേ ബിന്ദുവിൽ സംഗമിക്കുന്ന ഒരു പ്രോസസ്സാണ്. ചുറ്റുമുള്ള ലോകത്തിലെ കുഞ്ഞു ചലനങ്ങൾ, ആളുകളുടെ വാക്കുകൾക്കപ്പുറത്തെ നിശബ്ദത, വരികൾക്കിടയിലെ അർത്ഥങ്ങൾ, കണ്ണുകളിൽ മിന്നിമറയുന്ന ഭാവങ്ങൾ, ഇവയെല്ലാം നിങ്ങളുടെ വിചാരങ്ങളിലെ പുകമറകൾ മാറ്റി നിർത്തി പൂർണ്ണ ശ്രദ്ധയോടെ തൊട്ടറിയുന്ന അവസ്ഥയാണ്. നിങ്ങളൊരു കപ്പ് ചായ കുടിക്കുകയാണെങ്കിൽ ആ ചായയുടെ മണം, അതിൻ്റെ ചൂട്, നാവിലൂറുന്ന രുചി, അതിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുക. കഴിഞ്ഞുപോയ ഇന്നലകളെക്കുറിച്ചോ വരാനിരിക്കുന്ന നാളുകളെക്കുറിച്ചോ ഉള്ള ചിന്തകൾ ആ നിമിഷത്തിൽ നിങ്ങളെ ഒരു കാരണവശാലും അലട്ടരുത്. നമ്മുടെ മസ്തിഷ്കം ഒരു കൊച്ചു മുറി പോലെയാണ്. അനാവശ്യമായ വിവരങ്ങൾ കൊണ്ടത് നിറയ്ക്കാതെ നിങ്ങൾക്ക് ആവശ്യമുള്ള, നിങ്ങളുടെ ലക്ഷ്യങ്ങൾക്കൊക്കെ ഉപകരിക്കുന്ന വിവരങ്ങളെ മാത്രം ബോധപൂർവം മനസ്സിനുള്ളിലേക്ക് സ്വീകരിക്കുക. മറ്റൊരാളോട് സംസാരിക്കുമ്പോൾ അവരുടെ വാക്കുകൾ മാത്രം നിങ്ങൾ കേൾക്കരുത്. അവരുടെ ശ്വാസഗതി, കൺപോളകളുടെ ചലനം, കൈകളുടെ ചലനം എന്നിവ നിങ്ങൾ ശ്രദ്ധിക്കണം. വാക്കുകൾക്ക് പറയാൻ സാധിക്കാത്ത പല സത്യങ്ങളും ആ ശരീരഭാഷ ഒരുപക്ഷെ നിങ്ങളോട് സംസാരിക്കും. മഹത്തായ കണ്ടുപിടുത്തങ്ങളും അത്ഭുതകരമായിട്ടുള്ള കുറ്റാന്വേഷണങ്ങളും വലിയ വിജയകഥകളും ജനിക്കുന്നത് ആകാശത്ത് നിന്നൊന്നുമല്ല. മറിച്ച് സാധാരണ മനുഷ്യർ കണ്ടില്ല എന്ന് നടിച്ചു പോകുന്ന പലതിനെയും ചിലർ ബോധപൂർവം ഉറ്റുനോക്കുമ്പോഴാണ് അവർക്കത് കാണാൻ സാധിക്കുന്നത് എന്നതാണ് വാസ്തവം. കണ്ണടച്ച് തുറക്കുന്ന ഓരോ സെക്കൻഡിലും ഈ പ്രപഞ്ചം നമ്മുടെ ഇന്ദ്രിയങ്ങളിലേക്ക് പെയ്തിറക്കുന്നത് 1.1 കോടി ബിറ്റ്സ് വിവരങ്ങളാണ്. കാറ്റിൻ്റെ തണുപ്പ്, വസ്ത്രത്തിൻ്റെ സ്പർശം, ദൂരെ എവിടെയോ തെളിയുന്ന വെളിച്ചം, സംഗീതത്തിൻ്റെ ആ ഒരു ശബ്ദം. എന്നാൽ ഈ മഹാസമുദ്രത്തിൽ നിന്ന് നിങ്ങളുടെ മനസ്സ് സ്വീകരിക്കുന്നതാവട്ടെ വെറും 40 ബിറ്റ് വിവരങ്ങൾ മാത്രമാണ്. ഇരുണ്ട ഒരു കാട്ടിലൂടെ രാത്രിയിൽ സഞ്ചരിക്കുന്ന ഒരാളുടെ കയ്യിലെ ഒരു കൊച്ചു ടോർച്ച് ലൈറ്റ് പോലെയാണത്. വനം മുഴുവൻ ഇരുട്ടിൽ മൂടിക്കിടക്കുന്നുണ്ടെങ്കിലും ആ വെളിച്ചത്തിൻ്റെ വട്ടത്തിൽ വീഴുന്ന കാഴ്ചകൾ മാത്രമാണ് അയാളെ സംബന്ധിച്ച് നിലനിൽക്കുന്നത്.
മനഃശാസ്ത്രത്തിൽ ഇതിനെയാണ് സെലക്റ്റീവ് അറ്റൻഷൻ എന്ന് സാധാരണയായിട്ട് വിളിക്കുന്നത്. ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞു തരാം. തിരക്കേറിയ ഒരു റെയിൽവേ സ്റ്റേഷനിൽ ഇരിക്കുകയെന്ന് സങ്കല്പിക്കുക. ട്രെയിനുകളുടെ ഇരമ്പലുണ്ട്, ആളുകളുടെ ബഹളമുണ്ട്, അനൗൺസ്മെൻറ്റുകളൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെയെല്ലാം വൻ ശബ്ദ കോലാഹലങ്ങളുണ്ട്. എന്നാൽ ആ ബഹളത്തിനിടയിലും നിങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഒരാൾ ഒരു നേർത്ത ശബ്ദത്തിൽ നിങ്ങളുടെ പേരൊന്ന് വിളിച്ചാൽ നിങ്ങളുടെ മസ്തിഷ്കം ചുറ്റുമുള്ള 1000 ബഹളങ്ങളെയും നിമിഷ നേരം കൊണ്ട് നിശബ്ദമാക്കി ആ ഒരൊറ്റ ശബ്ദത്തിലേക്ക് നിങ്ങളെ ഫോക്കസ് ചെയ്യും. ഫോണിൽ നോക്കി നടക്കുമ്പോൾ മുന്നിലെ കുഴിയൊക്കെ കാണാതെ നമ്മൾ വീണ് പോകുന്നതും എന്ത് തന്നെ സംഭവിച്ചാൽ പോലും ഒരുപക്ഷെ അറിയാതെയൊക്കെ പോകുന്നതും ഇതേ ഒരു സെലക്റ്റീവ് അറ്റൻഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് ഉള്ളത് കൊണ്ടാണ് എന്ന് മനസ്സിലാക്കുക. പ്രശസ്ത സാഹിത്യകാരനായിട്ടുള്ള ആർതർ കോനൻ ഡോയൽ തൻ്റെ കഥാപാത്രമായിട്ടുള്ള ഷെർലക് ഹോംസിലൂടെ അവതരിപ്പിച്ച മനോഹരമായിട്ടുള്ള ഒരു മെറ്റഫർ ഉണ്ട്. ബ്രെയിൻ ആറ്റിക് എന്നാണ് പറയുന്നത്. നമ്മുടെ തലച്ചോറ് ഒരു വീടിൻ്റെ മുകളിലത്തെ നിലയിലുള്ള ഒഴിഞ്ഞ രഹസ്യമുറി അഥവാ ആറ്റിക് പോലെയാണ് എന്ന് പറയുന്നു. അതിനുള്ളിലേക്ക് ഏതുതരം ഫേർണിച്ചറുകൾ എത്തിക്കണമെന്ന് തീരുമാനിക്കുന്നത് നമ്മളാണ്. അപ്പോൾ ഇവിടെ ഫർണിച്ചറുകൾ എന്നതുകൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത് വിവരങ്ങളെയാണ് എന്ന് മനസ്സിലാക്കുക, ഇൻഫർമേഷൻ. അപ്പോൾ ഈ മസ്തിഷ്ക തത്വങ്ങൾ വെറും ഒരു തിയറി മാത്രമല്ല, നിങ്ങൾ അറിയാതെ തന്നെ നിങ്ങളുടെ പ്രതിദിന ജീവിതത്തെയും ഭാവിയെയും ഒക്കെ ഭരിക്കുന്നത് ഇവയാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. ഒരു ഉദാഹരണം പറഞ്ഞാൽ, നിങ്ങളുടെ ബ്രെയിൻ ആറ്റിക്കിലേക്ക് സോഷ്യൽ മീഡിയയിലെ അനാവശ്യ ഗോസിപ്പുകളും നിഷേധാത്മക വാക്കുകളും ഭയങ്ങളും നിരന്തരം തള്ളിക്കയറുമ്പോൾ മനസ്സ് പെട്ടെന്ന് തളർന്നുപോകും. അനാവശ്യ തോട്ട് ക്ലൗഡുകളും മനസ്സിലിങ്ങനെ നിറയും. അത് വിചിത്രമായ ഉത്കണ്ഠയ്ക്കും അസ്വസ്ഥതയ്ക്കും ഒക്കെ വഴിവെക്കുകയും ചെയ്യാറുണ്ട്. അനാവശ്യ കാര്യങ്ങളിലേക്ക് ഒരു സെലക്റ്റീവ് അറ്റൻഷൻ തിരിഞ്ഞു പോകുമ്പോൾ നിങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ കണ്ണുകളിലെ സങ്കടങ്ങൾ, തൊഴിലവസരങ്ങളുടെ സൂക്ഷ്മമായിട്ടുള്ള സൂചനകൾ, ചുറ്റുമുള്ളവരുടെ ശരീരഭാഷ, ഇങ്ങനെയുള്ളവ നിങ്ങൾക്ക് കാണാൻ സാധിക്കാതെ പോകുന്നു എന്നതാണ്. അപ്പോൾ അതേപോലെ ഏത് വിവരമാണ് തലച്ചോറിലേക്ക് സ്വീകരിക്കേണ്ടത് എന്ന് മനഃപൂർവ്വം തീരുമാനിക്കാൻ പഠിക്കുന്ന നിമിഷം നിങ്ങളുടെ ഓർമ്മശക്തിയും ശ്രദ്ധയും 10 മടങ്ങ് വർദ്ധിക്കും. അനാവശ്യ ചിന്തകളെയൊക്കെ ഒഴിവാക്കി വർത്തമാനകാലത്തിൽ ജീവിക്കാനും ചുറ്റുമുള്ള ലോകത്തെ ഒരു പ്രൊഫഷണലിസത്തോടെ നിരീക്ഷിച്ച് ജീവിതാവസരങ്ങൾ തിരിച്ചറിയാനും ഇത് നിങ്ങളെ കൂടുതൽ പ്രാപ്തരാക്കുകയും ചെയ്യും. പുരാതന ഗ്രീസിലും റോമിലും ചിന്തകന്മാരും പ്രസംഗകരും ഉപയോഗിച്ചിരുന്ന, പിൽക്കാലത്ത് ഷെർലക് ഹോംസിലൂടെ ലോകപ്രശസ്തമായിട്ടുള്ള ഒരു അപൂർവ മെമ്മറി ട്രിക്കുണ്ട്. മെമ്മറി പാലസ് എന്നാണ് അത് പൊതുവെ അറിയപ്പെടുന്നത്. നമ്മുടെ തലച്ചോറിന് നീണ്ട അക്കങ്ങളോ വരണ്ട വിവരങ്ങളോ ഓർത്തു വെക്കാൻ വലിയ പ്രയാസമായിരിക്കും. എന്നാൽ വീടുകൾ, വഴികൾ, കെട്ടിടങ്ങൾ തുടങ്ങിയ ഇടങ്ങളെക്കുറിച്ചുള്ള മാപ്പുകൾ ഓർത്തു വെക്കാൻ അതിന് അപാരമായ ശേഷിയുണ്ട്. അപ്പോൾ ഈ കഴിവ് ഉപയോഗിച്ച് നമ്മൾ ഓർത്തു വെക്കാൻ ആഗ്രഹിക്കുന്ന എന്തെങ്കിലും വിവരങ്ങളെ നമുക്ക് നന്നായി അറിയാവുന്ന ഒരു സ്ഥലത്തെ വസ്തുക്കളുമായി ബന്ധിപ്പിച്ച് ഒരു വിചിത്ര കഥ പോലെ മനസ്സിൽ സൂക്ഷിക്കുന്ന ഒരു പ്രത്യേക രീതിയാണിത്. പരീക്ഷകളിൽ വിവരങ്ങൾ മറന്നുപോകുന്ന വിദ്യാർത്ഥികൾക്കോ അതേപോലെ പ്രസംഗങ്ങൾക്കോ ബിസിനസ് പ്രസൻറ്റേഷനുകൾക്കോ നോട്ട്ബുക്കുകളൊക്കെ നോക്കാതെ സംസാരിക്കേണ്ടി വരുന്ന പ്രൊഫഷണലുകൾക്കും ഇത് ഫലപ്രദമായിട്ടുള്ള ഒരു രീതിയായി മാറാറുണ്ട്. PSC പരീക്ഷകൾക്കൊക്കെ തയ്യാറെടുക്കുന്ന ഓരോ വിദ്യാർത്ഥികളോടും നിങ്ങളൊന്ന് ചോദിച്ചാൽ അവരിൽ 95% ആളുകളും ഇത്തരം ട്രിക്കുകൾ ഉപയോഗിക്കുന്നവരാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. പെട്ടെന്ന് കണ്ട കാര്യങ്ങൾ നിമിഷ നേരം കൊണ്ട് മറന്നു പോകുന്ന ശീലങ്ങളൊക്കെ മാറി വിവരങ്ങൾ തലച്ചോറിൻ്റെ സ്ഥിരമായിട്ടുള്ള ഓർമ്മ കേന്ദ്രമായ ഹിപ്പോ ക്യാമ്പസിൽ വർഷങ്ങളോളം ഭദ്രമായി സൂക്ഷിക്കപ്പെടുവാൻ ഇത് വളരെയധികം സഹായിക്കുകയും ചെയ്യും. നിങ്ങൾ മനോഹരമായ ഒരു കടൽ തീരത്തിരുന്ന് ചായ കുടിക്കുകയാണെന്ന് കരുതുക. മുന്നിൽ തിരമാലകളുണ്ട്, സൂര്യാസ്തമയത്തിൻ്റെ ദൃശ്യങ്ങളുമുണ്ട്. എന്നാൽ നിങ്ങളുടെ തലച്ചോറിനുള്ളിൽ ഇന്നലെ ഓഫീസിൽ നടന്ന വഴക്കോ നാളെ അടയ്ക്കാനുള്ള EMI കുറിച്ചൊക്കെയുള്ള വേവലാതികൾ ഇങ്ങനെ പുകഞ്ഞുകൊണ്ടിരിക്കുകയായിരിക്കും. അവിടെ കടലില്ല, ചായയുടെ മണമില്ല. നിങ്ങൾ ആ നിമിഷത്തിൽ പൂർണ്ണമായും അന്ധരായി മാറുകയാണ്. ദിവസം വരുന്ന ചിന്തകളിൽ 95% ഇന്നലത്തെ ആവർത്തനങ്ങളും 75% നെഗറ്റീവ് തോട്ടുകളുമാണ്. അപ്പോൾ ഈ ചിന്തകളുടെ പുകമറയാണ് നിങ്ങളുടെ നിരീക്ഷണ പാഠത്തെ പൂർണ്ണമായും വന്ധ്യംകരിച്ച് കളയുന്നത്. ഇതിനെല്ലാം പുറമെ നിങ്ങളുടെ സ്വന്തം കണ്ണുകളും കാതുകളും ചേർന്ന് നിങ്ങളുടെ തലച്ചോറിനെ കൂടി പറ്റിക്കുന്ന ഒരവസ്ഥ കൂടി നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയാൽ എത്ര ഡേഞ്ചറാണല്ലേ. അപ്പോൾ ഇതിനെയാണ് മഗ്ഗർ എഫക്റ്റ് എന്ന് പറയുന്നത്. ചില സമയങ്ങളിൽ നിങ്ങൾ കേൾക്കുന്നത് നിങ്ങളുടെ കാതുകൾ നൽകുന്ന ശബ്ദമൊന്നും ആയിരിക്കണമെന്നില്ല. മറിച്ച് നിങ്ങളുടെ കണ്ണുകൾ നൽകുന്ന കാഴ്ചയ്ക്ക് അനുസരിച്ച് നിങ്ങളുടെ തലച്ചോറ് തന്നെ നിർമ്മിച്ചെടുക്കുന്ന വ്യാജമായിട്ടുള്ള ശബ്ദങ്ങളൊക്കെ ആയിരിക്കും ഒരുപക്ഷെ അത്. അപ്പോൾ ഇതിനെയാണ് സെൻസറി ഇല്യൂഷൻ എന്ന് സാധാരണ വിളിക്കുന്നത്. ഇതാണ് നിരീക്ഷണത്തിലെ ഏറ്റവും വലിയ അപകടമായി പറയുന്നത്. നമ്മൾ കാണുന്ന വിഷ്വലുകൾ പലപ്പോഴും കേൾക്കുന്ന ശബ്ദങ്ങളെ തിരുത്തി എഴുതാറുണ്ട്. ചുറ്റുമുള്ള കാര്യങ്ങളെ വേർതിരിച്ചറിയാൻ സാധിക്കാതെ തലച്ചോറ് തന്നെ സ്വയം നുണകൾ ഉണ്ടാക്കുന്ന ഒരു അപൂർവമായിട്ടുള്ള അവസ്ഥാവിശേഷമാണത്. അപ്പോൾ ശരിക്കും ഇതിനെയൊക്കെ നമുക്ക് മറികടക്കേണ്ടത് വളരെ അത്യാവശ്യമാണല്ലോ അല്ലേ. അപ്പോൾ ഇതിനായി ശാസ്ത്രീയവും പ്രാക്ടിക്കലുമായിട്ടുള്ള ചില മാർഗങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ തലച്ചോറ് പഴയ ചിന്തകളിൽ അകപ്പെട്ട് അലഞ്ഞു തിരിയുമ്പോൾ
അതിനെ പഞ്ചേന്ദ്രിയങ്ങളിലൂടെ വർത്തമാനകാലത്തിലേക്ക് കൊണ്ടുവരുന്നൊരു രീതിയാണ് 5, 4, 3, 2, 1 സെൻസറി ഗ്രൗണ്ടിങ്. അതായത് ഞാൻ ഇനി പറയാൻ പോകുന്ന 5 കാര്യങ്ങൾ ബോധപൂർവം ചെയ്യാൻ നിങ്ങളൊന്ന് ശ്രമിച്ചു നോക്കുക. ആദ്യത്തേത്, നിങ്ങളുടെ കണ്ണിൽ പെടുന്ന 5 വ്യത്യസ്ത വസ്തുക്കളെ സൂക്ഷ്മമായി നോക്കുക. 2, നിങ്ങൾ തൊട്ടറിയാൻ സാധിക്കുന്ന 4 കാര്യങ്ങളിൽ ശ്രദ്ധ കൊടുക്കുക. 3, ബാക്ക്ഗ്രൗണ്ടിൽ കേൾക്കുന്ന 3 നേർത്ത ശബ്ദങ്ങൾ തിരിച്ചറിയുക. 4, നിങ്ങളുടെ മൂക്കിലേക്ക് എത്തുന്ന 2 വെവ്വേറെയായിട്ടുള്ള മണങ്ങൾ തിരിച്ചറിയാൻ നോക്കുക. 5, നാക്കിൽ അവശേഷിക്കുന്ന ഒരു നേർത്ത രുചി തിരിച്ചറിയുക. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ സിമ്പിൾ ആണെന്നൊക്കെ നിങ്ങൾക്ക് തോന്നുമെങ്കിലും നിങ്ങളുടെ നിരീക്ഷണ പാഠം ഉടനടി മൂർച്ചയുള്ളതാക്കാൻ, ഇന്ദ്രിയങ്ങൾ വഴി തലച്ചോറിലെത്തുന്ന ഡേറ്റ കൃത്യമായി സമാഹരിക്കാനും ഈ ഒരു എക്സസൈസ് നിങ്ങളെ സഹായിക്കും. ദിവസവും 10 മിനിറ്റ് ശാന്തമായിട്ട് ഇരുന്ന് ഓരോ 2 മിനിറ്റിലും ഏതെങ്കിലും ഒരു പ്രത്യേക ഇന്ദ്രിയത്തിലേക്ക് മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുക. അതായത് ആദ്യ 2 മിനിറ്റ് ശ്വാസം ഉള്ളിലേക്കും പുറത്തേക്കും പോകുന്ന ചലനത്തിൽ മാത്രം നിങ്ങൾ ശ്രദ്ധിക്കുക. അടുത്ത 2 മിനിറ്റ് സ്കിന്നിലൊക്കെ വന്ന് തട്ടുന്ന വായുവിൻ്റെ ഒരു ഒഴുക്ക് മാത്രം നിങ്ങൾ അനുഭവിച്ചറിയുക. ഇനി അടുത്ത 2 മിനിറ്റ് നിങ്ങൾ ധരിച്ചിരിക്കുന്ന വസ്ത്രത്തിൻ്റെ സ്പർശനത്തിൽ മാത്രം ശ്രദ്ധിക്കുക. അടുത്ത ഒരു 2 മിനിറ്റ് ചുറ്റുമുള്ള ശബ്ദങ്ങളുടെ താളം മാത്രം കേൾക്കാൻ നോക്കുക. അവസാന 2 മിനിറ്റ് ഇവയെല്ലാം ഒരുമിച്ച് ബോധപൂർവം അനുഭവിച്ചറിയാൻ നോക്കുക. അപ്പോൾ ഇതുകൊണ്ട് എന്ത് നേട്ടമാണ് എന്ന് ചോദിച്ചാൽ, മസ്തിഷ്കത്തിലെ ബ്രെയിൻ ആറ്റിക് അഥവാ വിവരങ്ങൾ തരംതിരിച്ച് സൂക്ഷിക്കാനുള്ള കപ്പാസിറ്റി വർദ്ധിക്കും. ആവശ്യമുള്ള കാര്യങ്ങളിൽ മാത്രം ഫോക്കസ് ചെയ്യാനുള്ള ശേഷി കൈവരികയും ചെയ്യുമെന്നാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. തോട്ട് ക്ലൗഡ് ഇല്ലാതെയാക്കി പ്രസൻസ് ഓഫ് മൈൻഡ് കൂട്ടിയെടുക്കാൻ പറ്റിയ ഒരു രീതിയാണ് ബോക്സ് ബ്രീത്തിങ് 4x4x4x4 ഫോർമുല. അത് പൊതുവെ അങ്ങനെയാണ് അതിനെ വിളിക്കുക. അപ്പോൾ ഈ ട്രിക്ക് നട്ടെല്ല് നിവർത്തിയിരുന്ന് 4 കാര്യങ്ങൾ 4 തവണ ആവർത്തിക്കുന്ന രീതിയാണ്. 4 സെക്കൻഡ് എടുത്ത് സാവധാനം ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക. ആ ശ്വാസം 4 സെക്കൻഡിനുള്ളിൽ പിടിച്ചു വെക്കുക. 4 സെക്കൻഡ് എടുത്ത് സാവധാനം ശ്വാസം പുറത്ത് വിടുക. ശ്വാസം എടുക്കാതെ 4 സെക്കൻഡ് നിശ്ചലമായിട്ട് ഇരിക്കുക. അപ്പോൾ ഇതിലൂടെ തലച്ചോറിലേക്കുള്ള ഓക്സിജൻ പ്രവാഹം വർദ്ധിക്കുകയും നാഡീവ്യൂഹം ശാന്തമാവുകയും ചെയ്യും. ഇത് നിങ്ങളെ അനാവശ്യ ചിന്തകളിൽ നിന്നും മോചിപ്പിച്ച് വർത്തമാന നിമിഷത്തിൽ ജീവിക്കാനും കാര്യങ്ങൾ കൃത്യമായി നിരീക്ഷിക്കാനും പ്രാപ്തരാക്കി മാറ്റും. വളരെ സാധാരണമെന്ന് തോന്നിക്കുന്ന ഇത്തരം വ്യായാമങ്ങൾ നിങ്ങളെ ഒരു സാധാരണക്കാരനിൽ നിന്ന് കാര്യങ്ങൾ വളരെ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്ന ഒരു സൂപ്പർ ഒബ്സർവറായി മാറ്റിമറിക്കും. നമ്മൾ ഇത്രയും നേരം സംസാരിച്ചുകൊണ്ടിരുന്നത് നമുക്ക് ചുറ്റുമുള്ള ബാഹ്യലോകത്തെക്കുറിച്ചാണ്. കണ്ണുകൾ കൊണ്ട് കാണുന്ന കാഴ്ചകളെയും മസ്തിഷ്കം ശേഖരിക്കുന്ന ഡേറ്റകളെയും കുറിച്ചാണ് പറഞ്ഞത്. എന്നാൽ കാഴ്ചകളിൽ നിന്ന് ഉൾക്കാഴ്ചകളിലേക്കുള്ള ഈ പ്രയാണത്തിൻ്റെ ഏറ്റവും മഹത്തായ ഘട്ടം നിലനിൽക്കുന്നത് നിങ്ങളിൽ തന്നെയാണ്. ലോകം കണ്ട മഹാനായ ഇന്ത്യൻ തത്വചിന്തകൻ ജിതു കൃഷ്ണമൂർത്തി പറഞ്ഞ വിശ്വപ്രസിദ്ധമായ ഒരു വാചകമുണ്ട്: ഒബ്സർവേഷൻ വിത്തൗട്ട് എവാലുവേഷൻ ഈസ് ദ ഹയസ്റ്റ് ഫോം ഓഫ് ഇൻ്റലിജൻസ്. അദ്ദേഹം നമ്മോട് അതിനോടൊപ്പം കൂട്ടിച്ചേർത്ത കുറച്ച് വരികൾ കൂടിയുണ്ട്: ഒബ്സർവ് ദ ഒബ്സർവർ എന്ന്. അതായത് ലോകത്തെ നോക്കി കാണുന്ന നിങ്ങളുടെ ഉള്ളിലിരിക്കുന്ന ആ നിരീക്ഷകനെ തന്നെ നിങ്ങൾ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുക എന്ന്. ഒരു കാര്യത്തെ നമ്മൾ കാണുമ്പോൾ തന്നെ അതിനെ നല്ലതെന്നോ ചീത്തയെന്നോ തരംതിരിക്കാൻ നമ്മുടെ മനസ്സ് തിടുക്കം കൂട്ടാറുണ്ട്. അവിടെ യഥാർത്ഥ കാഴ്ച അവസാനിക്കുകയും വിധി കൽപ്പിക്കൽ ആരംഭിക്കുകയും നമ്മൾ ചെയ്യാൻ തുടങ്ങും. എന്നാൽ എന്നാണോ മനസ്സിൻ്റെ ആ അനാവശ്യ തിടുക്കങ്ങളൊക്കെ മാറ്റി നിർത്തി വിധികൾ കൽപ്പിക്കാതെ കാഴ്ചകളെയും ഒപ്പം സ്വന്തം മനസ്സിൽ ഉയരുന്ന ചിന്തകളെയും നിങ്ങൾ ശാന്തമായി നിരീക്ഷിച്ചു തുടങ്ങുന്നത്, അന്ന് നിങ്ങൾ അനാവശ്യ ഭയങ്ങളുടെയും മാനസിക സമ്മർദ്ദങ്ങളുടെയും അടിമയല്ലാതായി മാറും എന്ന് തിരിച്ചറിയും. കാഴ്ചകൾ വെറുതെ കണ്ടു തീർക്കാനുള്ളതൊന്നുമല്ല, മറിച്ച് സ്വന്തം ആത്മാവിലേക്ക് വെളിച്ചം വീശാനുള്ള വാതിലുകളാണത്. ഈ ലോകത്ത് വലിയ മാറ്റങ്ങൾ വരുത്തിയവരെല്ലാം ആദ്യം ഈ ലോകത്തെയും അതിലെ മനുഷ്യരെയും ശരിയായി നിരീക്ഷിക്കാൻ പഠിച്ചവരായിരുന്നു. കാരണം മാറ്റത്തിൻ്റെ യഥാർത്ഥ തുടക്കം ബാഹ്യലോകത്തല്ല, നിങ്ങളുടെ ഉള്ളിലുള്ള ജാഗ്രതയിലാണ്. അപ്പോൾ ഇന്നു മുതൽ നിങ്ങളുടെ കൺമുന്നിലെ കാഴ്ചകളിൽ വെറുമൊരു കാണിയായി കടന്നു പോകരുത്. പൂർണ്ണ ജാഗ്രതയോടെ കണ്ണ് തുറന്നു നോക്കുക. ഈ പ്രപഞ്ചം നിങ്ങൾക്കായി ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന അപൂർവ രഹസ്യങ്ങളും അത്ഭുതങ്ങളും നിങ്ങളെ കാത്തിരിക്കുന്നുണ്ടാവും. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് പ്രചോദനമായി എന്ന് ചിന്തിക്കുന്നെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ പ്രിയപ്പെട്ടവരായിട്ടുള്ള ആൾക്കാരിലേക്ക് ഇത് പങ്കുവയ്ക്കുവാനും മറന്നു പോകരുത്. ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ കൂടുതൽ ശാസ്ത്രീയവും ചിന്തിപ്പിക്കുന്ന തരത്തിലുള്ളതുമായിട്ടുള്ള വിവരങ്ങൾക്കായി ഇപ്പോൾ തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. നിങ്ങളുടെ നിരീക്ഷണ അനുഭവങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ പങ്കുവയ്ക്കാനും മറന്നു പോകരുത്. മറ്റൊരു വീഡിയോയുമായി മറ്റൊരു ദിവസം വീണ്ടും കണ്ടുമുട്ടാം. Until then, stay tuned to My Science Garage.